ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ ആം യുവർ ഷമ്മാസ്. ഗൈസ്, നമ്മളൊരു CS റാങ്ക് പുഷ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം ഏകദേശം ഹീറോയ്ക്ക് എത്ര സ്റ്റാറാണ്. ഈ കളി എങ്ങനെയും ബൂയി അടിക്കണം. ഒരുപാട് കളി മൈനസ് ഇങ്ങനെ കിട്ടുന്നത്. എന്തായാലും റാൻഡം മെഗാളിസിൻ്റെ ഒപ്പമാണ് കളിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ WSP എടുത്തിട്ടുണ്ട്. എന്തായാലും പോയിട്ട് ഇനി ടത്തൂസിയാണ് നമ്മളെ ക്യാരക്ടർ. ടത്തൂസിയെ അങ്ങനെ പെട്ടെന്ന് ഇതിൻ്റെ മൂവ്മെൻറ്റ് സ്പീഡിൻ്റെ ക്യാരക്ടേഴ്സാണ്. എന്തായാലും കുറച്ച് വന്മാരെങ്ങാനും മേലെ കയറി പോകുന്നതിന് ഇവിടെ നിന്ന് പിന്നെ നോക്കിയിട്ട് ആരല്ലല്ലോ കില്ലൊക്കെ എടുക്കണ്ടേ. ഉടനെ ഞാൻ മേലെ പോയി ഇരിക്കാൻ എന്തായാലും ആരയിലൊക്കെ കയറി വരുന്നതിൻ്റെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോഴത്തേന് ടീംമേറ്റ്സിൽ ഒരുത്തൻ നോക്കായിരുന്നു. അപ്പോഴത്തേന് വേറെ ഏതാ ചെക്കം പോയി പോക്കിണ്ട്. അപ്പോഴത്തേന് ഇവിടെ ഒരുത്തനെ കണ്ടേ. പിന്നെ സോന അടിക്കാൻ വിചാരിച്ചു. സോനാണ് അപ്പോഴത്തേന് അവിടേക്ക് പോയി ഓടുന്നുണ്ട്. എന്തായാലും അവിടെ ഉണ്ട് കരുതി. പിന്നെ ഞാൻ അവിടെ ഒക്കെ നോക്കി. അപ്പോഴത്തേന് ഡ്രോപ്പ് എടുക്കാൻ വിചാരിച്ചു. പിന്നെ അകത്തോട്ട് തന്നെ പോയി. അവിടെ തന്നെ ഉണ്ടാവും സൈറ്റ് കൊണ്ടെടുത്ത് വെട്ടായിരുത്തി. പിന്നെ മേലൊക്കെ തന്നെ കയറിയിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ ടീമേറ്റ്സിൽ രണ്ടാളെ നോക്കായിട്ടുണ്ട്. ഞാൻ 2v2 സിറ്റുവേഷനാണ്. ഞാൻ അടി ചാടിയപ്പോൾ അവനെ ഇവിടെ കണ്ടു. അപ്പോൾ തന്നെ സോന നല്ല രീതിയിൽ ഡാം എടുക്കാൻ നോക്കി. പിന്നെ കുത്തി പിടിച്ചിട്ട് ഓനങ്ങനെ നോക്കിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മെഡ് അടിച്ചിട്ട് പോയാൽ ഓൻ അത്യാവശ്യം ഡാം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീമേറ്റാണ് രണ്ടാളെയും പൊക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളാ കില്ല് ഫിനിഷ് ചെയ്തപ്പോൾ 1v1 സിറ്റുവേഷനാണ്. അല്ല 1v4 സിറ്റുവേഷനാണോ? എനിക്ക് 1v4 സിറ്റുവേഷനാണ്. ഞാൻ മെല്ലെ കയറി പോയാണ്ട് ഇങ്ങനെ ഒരു കില്ലും കൂടി അങ്ങനെ എടുക്കാതിരുതി. ഞാൻ അങ്ങനെ പോകുമ്പോൾ ടീമേറ്റ്സ് കുത്തി കൊല്ലാനൊക്കെ തോന്നുന്നു. എന്തായാലും കേസ് ആ റൗണ്ട് അങ്ങ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ട് ഞങ്ങളങ്ങ് തൂക്കിയിട്ടുണ്ട്. പിന്നെ ഈ സെക്കൻഡ് റൗണ്ട് ഏതൊക്കെ കണ്ണെടുക്കാൻ ആകെ കൺഫ്യൂഷൻ ആയി. പിന്നെ കണ്ണും പൂട്ടി UMP അങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു. UMP ഒരു എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ഗ്ലൂ വാൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഗില്ലിൽ ഇപ്പോൾ ഏകദേശം ലെവൽ 4, നമ്മളെ ഗില്ലിപ്പോൾ ലെവൽ 4 ആയിട്ടുണ്ട്. 3-4 ദിവസമായി തുടങ്ങിയിട്ടുള്ളൂ. ഇനി 22 മെമ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഗില്ലിൽ 21-22 മെമ്പേഴ്സ് ഉണ്ട്. ഇനി 15 ആൾക്കാർക്കുള്ള സ്പേസ് എങ്ങാനും ഉണ്ട്. പൈസ എല്ലാവരും ഗിൽഡിലേക്ക് അടിച്ച് കയറി വരിക. നമ്മളെ ഇനി കുറച്ച് ആൾക്കാർക്കുള്ള സ്പേസും കൂടി ഉണ്ട്. പിന്നെ ഗില്ലിൽ ഗ്ലോറി 1000 ഗ്ലോറി എടുക്കണം. 1000 അല്ല, 1500 ഗ്ലോറി വീക്കിലി എടുക്കണം. അല്ലാത്തമാരെ കിക്ക് ചെയ്യുന്നതാണ്. കുറച്ച് ദിവസമായല്ലോ തുടങ്ങിയിട്ട്. ഇപ്പോൾ ലെവൽ 1 ഒക്കെ ആകുമ്പോൾ അത്രയൊക്കെ എടുത്താൽ മതിയല്ലോ. ആദ്യമൊക്കെ ലെവൽ 1 ആയിരുന്നല്ലോ. അപ്പോൾ അത്രയൊക്കെ എടുത്താൽ മതി. ഇപ്പോൾ ലെവൽ 4 ആയിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ കുറേ മൈനസ് കിട്ടും. അതുകൊണ്ട് തന്നെ എല്ലാവരും കഴിവതും വരിക, കളിക്കുക. ഗിൽഡ് ഉണ്ടാവണതാണ്. കഴിയുന്നതും ഗ്ലോറി പുഷ് ചെയ്യുക, അത്ര തന്നെ. പിന്നെ ആദ്യം തന്നെ നമ്മളെന്തായാലും പോയി ചത്തിട്ടുണ്ട്. ഇനി 3 ബോട്ടുകളാണ് ഉള്ളത്. അമ്മമാരിൽ ഓരോരുത്തരീച്ച് അങ്ങനെ നോക്കായി പൊക്കി കളിക്കുകയാണ്. മിക്കവാറും ഈ റൗണ്ട് അമ്മമാരെടുക്കും. അമ്മമാരെല്ലാവരും കൂടി റഷ് ചെയ്ത് വരുന്നുണ്ട്. MP5 ഒക്കെ എടുത്ത് വരുന്നുണ്ട്. എന്തായാലും ഈ റൗണ്ട് നമ്മളാണ്ട് മൂഞ്ചിയിട്ടുണ്ട്. അപ്പോൾ സ്കോർ 1-1 ആയിട്ടുണ്ട്. ഇനി എന്താണോ പഠിച്ചവനൊക്കെ അറിയാം. എങ്ങനെയാലും കേസ് നമ്മൾ ഈ കളി ജയിക്കുക. നമ്മളെ കഴിയണത്ര നല്ല രീതിയിൽ നോക്കുന്നതാണ്. നമ്മളിതങ്ങ് എടുത്തിട്ടുണ്ട്. മറ്റേ സാധനം ഉണ്ടല്ലോ, ആ ഡബിൾ സംഭവം തന്നെ, M97 അതെടുത്താന്ന് കരുതി. പിന്നെ M97 തന്നെ എടുക്കാം. കൂടുതലും മിനിയൂസി എടുക്കാറുള്ളത്. മിനിയൂസി എടുക്കും. മാക്ട് എടുക്കും. അങ്ങനെയൊക്കെയാണ് കൂടുതലും ഉണ്ടാവാറുള്ളത്. പിന്നെ മറ്റേ സാധനത്ത് പോയിക്കാണ്ട് 2 ഗ്ലൂകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി പോയി 2 ഗ്ലൂകളും ഉണ്ടല്ലോ. ഇതിന് നല്ല ഡാമും കയറും. ഒരടിക്കൊക്കെ 40 കയറും. ഇനി മേലെ നിന്ന് അടിക്കാമെന്നാണ് കരുതിയിരുന്നത്. സെക്കൻഡ് റൗണ്ട് മൂഞ്ചി ആകെ അടപകലം നാറും. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നിട്ട് കാര്യമില്ലായിരുന്നാണ് ഞാൻ മെല്ലെ ഇവിടെ നിന്നപ്പോൾ നമ്മളങ്ങനെ ആയിട്ടുണ്ട്. ഓടി ചത്തൂസിട്ട് വന്നായിരുന്നു. പിന്നെ മുരളി ക്യാരക്ടർ. പിന്നെ ഇവിടെ കണ്ട MP5 മാക്സ് ഉണ്ടായിരുന്നു. അത് ഞാനങ്ങ് എടുത്ത്. പിന്നെ മെല്ലെ ഇവിടെ വന്നാണ്ട് വരും. അപ്പോൾ നമ്മൾ വീണ്ടും നോക്കായിട്ടുണ്ട്. ഇനി ആരാന്ന് പൊക്ക് പറയുമ്പോൾ മറ്റവൻ തന്നെ വീണ്ടും വന്നിട്ടുണ്ട് നമ്മളെ പൊക്കാനേ. അവൻ നമ്മളെ പൊക്കി തന്നിട്ടുണ്ട്. എന്തായാലും ഗൈസ് അപ്പോൾ എനിമിയൊക്കെ വരുന്നുണ്ട്. അവിടെ നല്ല ഫൈറ്റ് നടക്കണ്ടേ. നെയ്ഡൊക്കെ എടുത്തിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഒരു മെഡ് അടിക്കുക കരുതി. അപ്പോൾ സവരി ഇനി ഒരാളും കൂടെ ഉള്ളൂ. ബാക്കി 2 നോക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലൂടെ വന്നാണ്ട് ഈ ഗണ്ണോണ്ട് തന്നെ കുത്തി വിട്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഗ്രോസയുണ്ട്. പിന്നെ ടീംമേറ്റ്സിനെ പൊക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം 2-3 കില്ല് എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ കളിക്കുകയാണെങ്കിൽ ഈ കളി എന്തായാലും ജയിക്കുന്നതാണ്. നമ്മൾ ട്രൈ ബെസ്റ്റ് എന്നാണല്ലോ. നമ്മൾ കഴിയണത്ര ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് എന്ന് പറയുന്ന പോലെ തന്നെ എന്നെക്കൊണ്ട് കഴിയണ പോലെ ഞാൻ കളിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വെറുതെ ഷോ ആണ്. ഇവന്മാരൊക്കെ എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി MP5 മാക്സും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പോഴത്തേക്കും എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് ഗൈസ്. ഞാൻ പിന്നെ MP5 മാക്സ് പിന്നെയും കളിച്ചുണ്ടാവും. വെറുതെ MP5 പോകുന്ന പറഞ്ഞുകൊണ്ട് തന്നെ നല്ല ഇതിൽ കൂടെ പോയി എനിമീസിനെ അടിക്കുക. എൻ്റെ അടുത്ത് ഗ്രോസ് ഉള്ളതുകൊണ്ട് തന്നെ
ലോങ് നല്ല രീതിയിൽ അടിക്കാൻ പറ്റും. പിന്നെ MP5 മാക്സും ഉണ്ട്, പേടിക്കാനില്ലല്ലോ. പിന്നെ നല്ല രീതിയിൽ കളിക്കുന്ന പ്ലേയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഗിൽഡ് കയറ്റുന്നതാണ്. നിങ്ങൾ എന്തായാലും ഗിൽഡ് ഐഡി ഞാൻ കമൻറ്റ് ചെയ്യാം. 1500 ഗ്ലോറിയസ് വീക്കിലിടും. അപ്പോഴത്തേന് ഇവിടെ ഒരുത്തുണ്ടാവും, ഓനെ കുത്തി പിടിച്ചിട്ട് നോക്കാക്കി. അപ്പോഴത്തേന് വേറെ ഏതോ ഒരുത്ത നമ്മളൊന്ന് നോക്കാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് തൊട്ടിട്ടുള്ളൂ, പോയിക്ക് ഞാൻ വീട്ടിട്ടുണ്ട്. എന്തായാലും ഒരു ടീമേറ്റ് നമ്മളെ പൊക്കുന്നുണ്ട്, കിടന്ന് മലർന്നൊക്കെ പൊക്കുന്നുണ്ട്. അപ്പോൾ തന്നെ സോന നല്ല രീതിയിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ സൂപ്പർമെൻ്റൊക്കെ അടിക്കരുത്, അവനാണെങ്കിൽ നല്ല ഡാമ് കിട്ടുന്നുണ്ട്. പിന്നെ അവിടെ അങ്ങനെ കിടന്ന് നിൽക്കുമ്പോഴത്തേന് അവനാണെങ്കിൽ ചാടാം. പിന്നെ ഞാൻ നീച്ചിട്ട് ഗ്രോസ് കൊണ്ട് ഒരുത്തനെയും കൂടി കുത്തിപ്പിടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി മെല്ലെ അടിക്ക് ചാടാന്ന് വിചാരിച്ചാൽ മെല്ലെ അടിക്ക് ചാടാൻ നിൽക്കുന്നു. അപ്പോൾ ഇതിനെ ഇവിടെ എനിമീസൊക്കെ ഇന്നെ കാത്തിക്കാൻ നിൽക്കുക പിന്നെ മനസ്സിലായത്. പിന്നെ എന്തായാലും നമ്മൾ ടൂസൊക്കെ ഇട്ട് അടിക്ക് ചാടിയിട്ടുണ്ട്. ഇവിടെ എനിമി എന്തായാലും ഉണ്ട്. പിന്നെ ഒരു മെഡൊക്കെ അടിച്ച് നിൽക്കുക കരുതി, സേഫ്റ്റി ആണല്ലോ മുഖ്യം. അതുകൊണ്ട് തന്നെ ഒരു മെഡൊക്കെ അടിച്ച് മെല്ലെ പോയി ആണ്ട് ആ 2 എണ്ണത്തിനോട് ഒരുത്തരെ. അപ്പോൾ ഞാൻ അവിടെ ഒരുത്തനെ കണ്ട പോലെ എനിക്ക് തോന്നി, ഇവിടെ സാധനം ഇല്ലായിരുന്നു തോന്നുന്നു. എന്തായാലും ഞാൻ അവിടെ പോയി മേലേക്ക് ഒരുത്തൻ മേലേക്ക് ഓടുന്നുണ്ട്. മേലെ കയറി അവനെ നോക്കിടാന്ന് നോക്കാം. അപ്പോൾ തന്നെ ഞാൻ ഓനെ നോക്കിയിട്ടുണ്ടായിരുന്നു, ഞാൻ ഓനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറെ ഒരുത്തൻ എന്താ ഇവിടെ നിൽക്കുന്നുണ്ട്, ഓനും കയറി കുത്തി പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഏതോ സോണ് പെട്ടാണെന്ന് അറിയില്ല, അല്ല ടീമേറ്റ് വന്നാണെന്ന് അറിയില്ല. നമ്മൾ ഈ റൗണ്ട് 3 കില്ലെടുത്തിട്ടുണ്ട്. എയ്സ് ആയിരുന്നു കേട്ടോ ഗൈസ്, 3 കില്ലെടുത്തിട്ടുണ്ട്. ഇനി ഗൈസ് നമ്മളെന്തായാലും MP5 മാക്സും ഉണ്ട്, ഗ്രോസ് ഉണ്ട്. ഇതുകൊണ്ട് തന്നെ കളിക്കണമല്ല, ഇനി വെറുതെ കണ്ണ് മാറ്റിക്കാണ്ട്. എനിക്ക് ഏക്കൊന്നും തീരെ ഇഷ്ടമല്ല, ഗ്രോസിൻ്റെ അത്ര പോലും ഏക്കൊന്നും ഇഷ്ടമല്ല. പിന്നെ എന്തായാലും ഗ്രോസും MP5 മാക്സും കൂടി തന്നെ നമ്മളെടുത്തുള്ളത്. എന്തായാലും ഈ കളി നമ്മൾ ജയിക്കും എന്നുള്ള കാര്യം ഏകദേശമൊക്കെ ഉറപ്പായിട്ടുണ്ട്. ഓലൊരു കംബാക്ക് എടുത്തിയാലേ ഓല് ജയിക്കുള്ളൂ. എന്തായാലും കംബാക്ക് എടുക്കാനുള്ള നമ്മളൊരു ചാൻസ് കൊടുക്കില്ല. നല്ല രീതിയിൽ കളിക്കുന്ന പ്ലേയേഴ്സ് തന്നെയാണ് ടീംമേറ്റ്സായി വന്നിട്ടുള്ള ബംഗാളിയാസും. ഞാനാണ് ഇപ്പോൾ 6 കില്ല് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ടീംമേറ്റ്സ് തന്നെ നെയ്ഡൊക്കെ എടുത്തു തരുന്നുണ്ട്. ഞാൻ പിന്നെ മറ്റേ ഇതുണ്ടല്ലോ സാധനം എടുത്തിട്ടുണ്ടായിരുന്നു, മറ്റേ മെഡിക്കേഷൻ ഉണ്ടല്ലോ, അത് എടുത്തുകൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഇവിടെ ഒരു തോന ഫുൾ റെഡ് അടിച്ചുകൊണ്ട് ഓനായിട്ട് നോക്കാക്കിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റിടും ഓനെ ആദ്യം തന്നെ ആയിട്ട് ഫുൾ റെഡ് അടിച്ച് നോക്കാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എനിമി കാണുമെന്ന് എനിക്കൊരു തോന്നലില്ല. ഇവിടെ ഒന്മാരൊന്നും ഇവിടെ ഇല്ല. അങ്ങനെ ഇവിടെ പോയി നോക്കിയപ്പോൾ അപ്പോൾ ഇതിന് നമ്മളെ സൈഡിൽ നിന്ന് എടുത്ത് അടിച്ച് ഞാൻ ഗ്രോസ് കൊണ്ട് ഓനെയും കുത്തി പിടിച്ച് നോക്കായിട്ടുണ്ട്. ഞാനാണ് ബംഗാളിനോട് പറയണ്ടേ എനിക്ക് എയ്സാണ് ഒരു ഉമ്മാർ എന്ത് എയ്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു കില്ല് അമ്മമാർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മറ്റവനെ കുത്തിപ്പിടിച്ച് ഇപ്പോൾ 2 റൗണ്ടായിട്ട് നമ്മൾ 3 ട്രിപ്പിൾ ടേക്കിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ മറക്കാതെ തന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല. ഇപ്പോൾ ഗൈസ് നമ്മൾ ഹീറോയ്ക്ക് 20 സ്റ്റാർ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾ അപ്പോൾ ഗൈസ് ബൈ.